പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നൊരു കാര്യം പക്ഷിശാസ്ത്രമാണ്. പക്ഷിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസം ഇനിയുള്ള ദിവസങ്ങൾ ഓരോ നക്ഷത്ര ജാതകർക്കും വരാൻ സാധ്യതയുള്ള ഫലങ്ങൾ ഒന്ന് നോക്കാം. പക്ഷിശാസ്ത്രം 100% സത്യമായിട്ടുള്ളൊരു പ്രവചനം തന്നെയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. പക്ഷിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് 2024 ഫെബ്രുവരി മാസം ഇനിയുള്ള ദിവസങ്ങൾ ധനലാഭ ഐശ്വര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തൊഴിൽ രംഗം മെച്ചപ്പെടാനും അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവസരങ്ങൾ ഒരുപാട് ലഭിക്കുന്നുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ത്രിദോഷങ്ങളുടെ ഉപദ്രവം ഇവരിൽ നിന്ന് വിട്ടൊഴിയും. ത്വക്കിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ ചികിത്സ ഫലിക്കുന്നത് മൂലം അത് മാറിക്കിട്ടും. അതുപോലെ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ളൊരു സാധ്യതയും വരും ദിവസങ്ങളിൽ ഇവർക്ക് കാണുന്നുണ്ട്. കാര്യതടസ്സങ്ങളും ജീവിതത്തിൽ നിന്ന് നീങ്ങിക്കിട്ടും. മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും. മക്കളുടെ രോഗാരിഷ്ഠതകളിൽ നിന്നും മോചനം ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ് ഈ നക്ഷത്ര ജാതകർക്ക്. പ്രായോഗിക ബുദ്ധി പലപ്പോഴും ഇവരെ വിജയത്തിൽ എത്തിക്കും. സന്താന ഉൽപാദനത്തിനായിട്ട് ചികിത്സ ചെയ്യുന്നവർ ഫലം കാണും. ധനലാഭങ്ങൾ ഉണ്ടാകും. ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും സാധ്യമാകും. ദാമ്പത്യ പ്രശ്നങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം വേണ്ടവർക്ക് അതിനായിട്ട് ഈ കാലഘട്ടത്തിൽ ശ്രമിക്കാം. സർക്കാർ ജോലിക്കാർ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം. ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായങ്ങൾ ഈ കാലഘട്ടത്തിൽ ലഭ്യമാകും. കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെത്തിപ്പൂമാല ചാർത്തി നെയ്പായസം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പണത്തെ സംബന്ധിച്ച് യാതൊരു ആകുലതയും ഈ സമയത്ത് വേണ്ട. പല വഴികളിൽ കൂടി സമ്പന്നതയിലേക്ക് കൈപിടിച്ച് ഉയർത്തപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകർ കൂടിയാണ് രോഹിണി നക്ഷത്ര ജാതകർ. വീട്ടിൽ സമാധാന അന്തരീക്ഷം വർദ്ധിക്കും. തൊഴിൽ സ്ഥലത്ത് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. മാനഹാനിയിൽ നിന്ന് മുക്തനാകും. ധനാഗമവും ധനനഷ്ടവും തുല്യമായിരിക്കും ഈ കാലഘട്ടത്തിൽ. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പനി, ചുമ, രക്തസ്രാവം, ഉദരബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. കഴിയുന്നതും ഈ കാലഘട്ടത്തിൽ ശസ്ത്രക്രിയകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. സർക്കാർ ഓഫീസുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന വ്യക്തികളിൽ നിന്നും ഒന്ന് അകന്നു നിൽക്കാനായിട്ട് സാധിക്കും. ശത്രുഭയം കുറഞ്ഞു തുടങ്ങും. കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. വഴി നടക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പുതിയ ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമം തുടങ്ങിയാൽ ഈ വർഷം തന്നെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. നാൽക്കാലികളുടെയും ഭൂമിയുടെയും കച്ചവടം മെച്ചപ്പെടും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം.
നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ ഈ സമയത്ത് സാധിക്കും. സ്വയം തൊഴിൽ കൂടുതൽ മുതൽ മുടക്കിയാൽ ഇരട്ടി ലാഭം കൊയ്യാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരം മെച്ചപ്പെട്ടതാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായം ലഭിക്കും. മറ്റുള്ളവരുടെ വഞ്ചനയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. സുഖമായ ഉറക്കം ലഭിക്കും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹം വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. എതിരാളികളുടെ ശക്തി കുറയും. ധനസമൃദ്ധി ഉണ്ടാകും. അഭീഷ്ട കാര്യങ്ങൾ സാധ്യമാകും. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. അധികാരശക്തി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ബന്ധുജനങ്ങളുമായിട്ട് വിരോധത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനകാര്യ പ്രവർത്തികൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. അച്ഛനോ തത്തുല്യർക്കോ ക്ലേശ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ചില സമയത്ത് നല്ല ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാനും ഈ കാലഘട്ടത്തിൽ സാധ്യതകൾ കൂടുതലാണ്. നേത്രരോഗം, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, ഇത് കാലാവസ്ഥ മൂലം ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. യുക്തമായ ചികിത്സകൾ വേണ്ടിവരും. വിവാഹ ആലോചനകൾ സഫലമാകുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ചില സമയങ്ങളിൽ കാൽനട യാത്രകൾ ഒരുപാട് വേണ്ടിവരും. പല ജംഗമ സാധനങ്ങളും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വാങ്ങാൻ അവസരങ്ങളുണ്ട്. പല ദോഷ അനുഭവങ്ങളും ഇവരെ വിട്ടൊഴിയുന്ന ദിവസങ്ങൾ കൂടിയാണ് വരുന്നത്. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. ശത്രുക്കളിൽ നിന്നുള്ള ശല്യവും ഈ കാലഘട്ടത്തിൽ കുറയും. മനോവിചാരം കൂടുതലായിരിക്കും. മനസ്സിൻ്റെ ആദിമൂലം ദേഷ്യവും സങ്കടവും കൂടെ പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. ബന്ധുക്കളോടുള്ള കലഹം കുറഞ്ഞു തുടങ്ങും. അതുപോലെ വാക്കുദോഷം നിമിത്തം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. കാര്യസാധ്യങ്ങൾക്ക് പോകുമ്പോൾ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കണം. ഈ സമയങ്ങളിൽ ഒരുപാട് ധനനേട്ടങ്ങളും ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് 100% വിജയം പ്രതീക്ഷിക്കാം. കൂടുതൽ സുഖ അനുഭവങ്ങളും ഉണ്ടാകും. ധനാഗമങ്ങൾക്ക് ഇടയുണ്ട്. പുതിയ വസ്ത്രങ്ങളും അലങ്കാര സാധനങ്ങളും ലഭ്യമാകും. വാദബന്ധിയായിട്ടുള്ള രോഗാരിഷ്ഠിതകൾ മാറിത്തുടങ്ങും. മരണതുല്യമായ കാര്യങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഇവർക്ക് അവസരങ്ങൾ ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ നക്ഷത്രക്കാർക്ക് നല്ല നല്ല അനുഭവങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇനി പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. ഇവർ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങൾക്കും ഇരട്ടിയായിട്ട് ഫലം വരും. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. നല്ലതെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും. ശരീരക്ഷീണവും കുറഞ്ഞു തുടങ്ങും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ കാണുകയില്ല. ഭാര്യാഭർത്തൃ കലഹങ്ങൾ എല്ലാ നിയന്ത്രണങ്ങൾക്കും ഒത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകും. രോഗാരിഷ്ഠിതകൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നവർക്ക് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കും. ശത്രുഭയം കുറഞ്ഞു തുടങ്ങും. പല കാര്യങ്ങളും സാമർഥ്യത്തോടെ ചെയ്യാൻ ആകും. അലങ്കാര സാധനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, നാൽക്കാലികൾ, കൗതുകത്തോടെ വളർത്തുന്ന പക്ഷികൾ ഇവ വാങ്ങാൻ സാധിക്കും. നീച സ്ത്രീകളുമായിട്ടുള്ള സംസർഗം സൂക്ഷിക്കണം. ദൂരയാത്രകൾ വേണ്ടിവരും. മനോദുഃഖവും അലച്ചിലും ഈ സമയത്ത് കുറവായിരിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. കർമ്മരംഗം മെച്ചപ്പെടും. സഹോദര ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ മാറിവരും. കള്ളന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. ഇവർ ദോഷശാന്തിക്ക് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. പ്രാർത്ഥനകൾക്ക് ഇരട്ടി ഫലം ലഭിക്കും. പലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ധനനഷ്ടങ്ങളിൽ നിന്ന് കരകയറും. ജോലിക്ക് കരാർ എടുക്കുന്നവർക്ക് നല്ല പ്രവൃത്തികൾ പ്രതീക്ഷിക്കാം. പലവിധ അനർത്ഥങ്ങളും വിട്ടൊഴിയും. മനോവ്യാധികൾ കുറഞ്ഞു തുടങ്ങും.
വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും നീങ്ങും. നല്ല രീതിയിൽ സംസാരിക്കുമെങ്കിലും മറ്റുള്ളവർ അത് മോശമായിട്ടുള്ള നിലയിലായിരിക്കും എടുക്കുക. കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ചില മനോദുഃഖങ്ങളും വിട്ടൊഴിയാൻ സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.